സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീഗുരുഭ്യോ നമഃ. ആദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ സാദര നമസ്കാരം. ഉത്തരരാമായണ പഠനത്തിൻ്റെ 10ാം ദിനത്തിലേക്ക് എല്ലാ സജ്ജനങ്ങളെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾക്കിന്ന് പാരായണം ചെയ്ത് പഠിക്കുവാനുള്ളത് അധ്യായം 2 739 വരി മുതലാണ്. പരമശിവനിൽ നിന്നും വരങ്ങൾ വാങ്ങി തിരിച്ച് ലങ്കയിലേക്ക് പോകും വഴി ഹിമവാന്റെ സാനുപ്രദേശത്ത് മനോഹരമായ ആ ഉദ്യാനം കണ്ടു. അവിടെ സ്വൈരവിഹാരം ചെയ്യുമ്പോൾ വേദവതി എന്ന യുവ തപസ്വിനിയെ കണ്ടു. അതിസുന്ദരിയായ ആ തപസ്വിനിയെ കണ്ടിട്ട് അവൾ ആരെന്നും എവിടെ നിന്ന് വന്നു എന്നും മറ്റും കാര്യങ്ങൾ തിരക്കി. വേദവതി തൻ്റെ കാര്യങ്ങളൊക്കെ രാവണനോട് പറഞ്ഞു. ഉടൻ തന്നെ ആ വിമാനത്തിൽ നിന്നും താഴെ ഇറങ്ങി വേദവതിയോട് ഇപ്രകാരം രാവണൻ പറഞ്ഞു. ഇനി നമുക്ക് പാരായണം തുടരാം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ചൊല്ലിനാൻ വേദവതിയോടു രാവണൻ, ഇല്ല സൗജന്യം നിനക്കു മനോഹരേ. ഇത്രയൊക്കെ കേട്ടിട്ട് കേട്ടതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. രാവണൻ പറയുകയാണ്, നിനക്ക് സൗജന്യമില്ല എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ വിടാൻ പോകുന്നില്ല എന്നർത്ഥം. വല്ലഭേ കേൾ മമ കൈകളിലൊന്നോളം ഇല്ല ബലമടോ വിഷ്ണുവിനോർക്ക നീ. ആ വിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിക്കാൻ അല്ലെങ്കിൽ ഭർത്താവായി വരാൻ ആശിച്ചുകൊണ്ടുള്ള തപസ്സാണല്ലോ വേദവതി ചെയ്യുന്നത്. അപ്പം അത് കേട്ടിട്ടാണ് പറയുന്നത്, കഷ്ടം കഷ്ടം, നീ വെറും മണ്ടിയായി പോയല്ലോ. ആ വിഷ്ണുവിന് എൻ്റെ ഒരു ചെറുവിരലിനു പോലും വിലയില്ല. അത്രയ്ക്ക് ശക്തിയില്ലാത്തവനാണ്, ദുർബലനാണ്. പോരും തപസ്സിനി നിന്നുടെ യൗവനം നാരീമണേ വെറുതെ കളയായികടോ. അതുകൊണ്ട് നിന്റെ തപസ്സൊക്കെ നിർത്തി. വെറുതെ എന്തിനാ കുഞ്ഞ് നിന്റെ ഈ യൗവനം കളയുന്നത്? വാക്യമേവം കേട്ടു ചൊല്ലിനാൾ താപസി, യോഗ്യമല്ലാത്തതെന്നോടു ചൊല്ലായിക നീ. വേദവതി ഇപ്രകാരം രാവണൻ പറഞ്ഞത് കേട്ടിട്ട് പറയുകയാണ്, യോഗ്യമല്ലാത്തതെന്നോട് ചൊല്ലായിക നീ. നീ വലിയ തപസ്വിയാണ്, ത്രിലോകജേതാവാണ്, ലോകപരാക്രമിയാണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ നീ ഇപ്പം പറഞ്ഞ കാര്യം നിനക്ക് യോജിച്ചതല്ല. എന്നവൾ ചൊന്നതു കേട്ടു ദശാനനൻ
ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചിതു വന്ന കോപത്താൽ പറഞ്ഞിതു താപസി, എന്നെ നീ തൊട്ടതു കാരണമിന്നു ഞാൻ നിന്നെ വധിക്കുന്നതില്ലതു ചെയ്കിലോ വന്നു പോമല്ലോ തപസ്സിനു നാശവും. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വേദവതിയുടെ തലമുടി ചുറ്റിപ്പിടിച്ച് വലിച്ചിഴച്ച് അവളെ ആ പുഷ്പവിമാനത്തിലേക്ക് കയറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ വേദവതി എന്താണ് പറഞ്ഞത്? എന്നെ നീ തൊട്ടതു കാരണമിന്നു ഞാൻ. എന്നെ നീ തൊട്ടു അല്ലേ? നീ തൊട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര മഹാപാപിയാണ് ദശമുഖൻ. പക്ഷേ ഞാൻ നിന്നെ വധിക്കുന്നില്ല. അതിനുള്ള ശക്തി ഉണ്ട് ആ തപസ്വിനിക്ക്. ഞാൻ നിന്നെ വധിച്ചാൽ എൻ്റെ തപശക്തി മുഴുവനും നഷ്ടപ്പെടും. പിന്നെ എനിക്ക് മഹാവിഷ്ണുവിനെ പതിയായി കിട്ടില്ല എന്ന് ആ തപസ്വിനി വിചാരിച്ചു. എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹമിപ്പോൾ ഉപേക്ഷിച്ചിനിയൊരു സദൃത്തയായൊരു ഭൂപതിപുത്രിയായി വന്നു ജയിപ്പൻ അയോനിജയായുടൻ വന്നിടുമന്നു നിനക്കു മരണവും. ഈ വിധം സങ്കടത്തോടും ദണ്ണത്തോടും നൈരാശ്യത്തോടും ഒക്കെ വേദവതി തൻ്റെ കാര്യം തനിക്ക് ഈ ജന്മത്തിൽ ഇത്രയും നാളുകൊണ്ട് തപസ് ചെയ്യുന്നത് എന്തിനായിരുന്നു? മഹാവിഷ്ണുവിനെ ഭർത്താവായി സ്വീകരിക്കാനായിരുന്നു. അതെന്തായാലും ഇനി ഈ ജന്മത്ത് സാധിക്കില്ല. ആ ചിന്തയാൽ നൈരാശ്യം ഉൾക്കൊണ്ട് ആ പുണ്യവതിയായ തപസ്വിനി പറയുകയാണ്, ഞാനിപ്പോൾ ഈ ദേഹം ഉപേക്ഷിക്കാൻ പോവുകയാണ്. എന്നിട്ടോ സദ്വൃത്തയായൊരു ഭൂപതിപുത്രിയായി നല്ല സദ്വൃത്തിയായിട്ട് ഈ നല്ല കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരു രാജപുത്രിയായിട്ട് ജനിക്കും. എങ്ങനെ ജനിക്കും? അയോനിജയായുടൻ, യോനിയിൽ നിന്നല്ല ജനിക്കുന്നത്. അപ്പോൾ ഇതാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്? സീതയെ ഉദ്ദേശിച്ചാണ്. ഈ വേദവതിയാണ് സീതയായിട്ട് അടുത്ത ജന്മം ജനിച്ചത്. വന്നു ജനിപ്പനയോനിജയായുടൻ വന്നിടുമന്നു നിനക്കു മരണവും. അന്ന് ഞാൻ കാരണം നിനക്ക് മരണമകപ്പെടും. എന്നെ കൊണ്ടേതും അനുഭവം കൂടാതെ വന്നു പോകേണം കുലനാശവും തവ. ഞാൻ കാരണം നിന്റെ ആ രാക്ഷസ കുലം മുഴുവനും നശിച്ചു പോകും. കന്യക താനും ഈ വണ്ണം ശപിച്ചുടൻ തന്നുടം യോഗമഹാഗ്നിയിൽ ദേഹവും നന്നായി ദഹിപ്പിച്ചിതെന്നു ധരിച്ചാലും ഇന്നു സീതാദേവിയായതവളല്ലോ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് വേദവതി ആ യോഗാഗ്നിയിൽ തൻ്റെ ദേഹം ആഹുതി ചെയ്തു. പിന്നെന്താ പറയുന്നത്? ഇന്ന് സീതാദേവിയായതവളല്ലോ എന്ന് ധരിച്ചാലും. ഇത് പറയുന്നത് ആരാണ്? അഗസ്ത്യമുനി ഈ രാക്ഷസ കുലോത്പത്തി രാമദേവനോട് പറഞ്ഞു കൊടുക്കുകയാണല്ലോ. അങ്ങനെ അന്ന് ദേഹം ആഹൂതി ചെയ്ത ആ വേദവതിയാണ് ഇന്ന് സീതയായിട്ട് ഇപ്പോൾ ഇവിടെ ഉള്ളത്.
നാരായണനായതു ഭവാൻ നിർണയം കാരണം രാവണനാശത്തിനെന്നതും. ആ വിഷ്ണു ഭഗവാനെ തപസ് ചെയ്തുകൊണ്ടാണല്ലോ വേദവതി ആ ജന്മം ഉപേക്ഷിച്ചത്. ആ തപസ് സഫലമായി ആ വിഷ്ണു ഭഗവാൻ തന്നെയാണ് ഹേ രാമ നീ അതെന്തിനാണ്? രാവണനാശത്തിനാണ് വന്ന് ജനിച്ചിരിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും. പിന്നെ വിമാനവുമേറിദ്ദശാനനൻ ചെന്നു മരുത്തനാം മന്നവൻ തന്നുടെ യാഗശാലാജിരേ ദേവകൾ അന്നേരം വേഗാൽ മറഞ്ഞിതു വേഷപ്രച്ഛന്നരായി. രാവണൻ്റെ പ്രതാപവും മറ്റും ഓർത്തുകൊള്ളണമേ. അവിടുന്ന് അവന് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാത്ത രീതിയിൽ ഈ ശാപം കിട്ടിയതോ ഒന്നും കാര്യമാക്കാതെ വീണ്ടും പുഷ്പക വിമാനത്തിൽ കയറി ഇങ്ങനെ പോകുമ്പോൾ ആ വനത്തിനുള്ളിൽ നിന്നും ഒരിടത്ത് ഒരു മഹായാഗം നടക്കുന്നതായിട്ട് ആ യാഗശാലയിൽ നിന്നും പുറപ്പെടുന്ന ധൂമം ഇങ്ങനെ ആകാശത്തോളം എത്തിയതായിട്ട് രാവണൻ കണ്ടു. ഉടൻ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് പിടിക്കത്തില്ല. ആ യാഗം നടക്കുന്നിടത്തേക്ക് എത്തി. അത് മരുത്തൻ എന്ന് പറയുന്ന രാജാവ് ഒരു മഹായജ്ഞം നടത്തുകയായിരുന്നു അവിടെ. അപ്പം ആ യജ്ഞത്തിൽ സന്നിഹിതരായിരുന്ന ദേവന്മാരൊക്കെ ഉടൻ തന്നെ രാവണനെ പേടിച്ച് വേഷപ്രച്ഛന്നരായി വേഗാൽ മറഞ്ഞിതു. അവരുടെ രൂപമൊക്കെ അങ്ങ് ഒളിപ്പിച്ചു, മറ്റൊരു രൂപത്തിലാക്കിയിട്ട് അവിടെ നിന്നും സൂത്രത്തിൽ ഓടിപ്പോയി കളഞ്ഞു. രാവണനെ പേടിച്ച്. ദേവന്മാരുടെ അവസ്ഥ നോക്കണേ. അതിൽ ഇന്ദ്രൻ മയൂരമായി, അന്തകൻ കാകനായി, അന്നമായി തന്നെ മറഞ്ഞു വരുണനും. ഇന്ദ്രൻ മയൂരമായി ഒരു മയിലിൻ്റെ വേഷത്തിൽ അവിടുന്ന് സൂത്രത്തിൽ വലിഞ്ഞു. അന്തകൻ യമൻ ഒരു കാക്കയുടെ വേഷത്തിലാണ് ഓടിപ്പോയത്. പിന്നെയോ അന്നമായിട്ട്, അരയന്നമായിട്ട് വരുണൻ അവിടെ നിന്ന് പോയി. കിന്നരേശൻ കൃകലാസമായും തഥ. കിന്നരേശൻ അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ തന്നെയാണ് കുബേരൻ. യക്ഷകിന്നര ഗന്ധർവന്മാരുടെയൊക്കെ പതിയാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? കൃകലാസമായും ഒരു ഓന്തായിട്ടും അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഒന്നുമിളകാതിരുന്നു മരുത്തനും. യാഗത്തിൻ്റെ ആ യജമാനനായ മരുത്തൻ എന്ന രാജാവ് ആ യജ്ഞത്തിന് വിഘ്നമൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് അദ്ദേഹം അവിടെ ഇങ്ങനെ സ്ഥിരതയോടുകൂടി ഇരുന്നു. അന്നേരമാശു പറഞ്ഞു ദശാസ്യനും, ഒന്നുകിലെന്നോടു യുദ്ധം തുടങ്ങുക, നന്നായി വണങ്ങുക പോർക്കരുതെങ്കിലോ എന്നു ദശാസ്യൻ പറഞ്ഞതു കേട്ടഥ മന്നവനായ മരുത്തനും ചൊല്ലിനാൻ. മരുത്തനോട് രാവണൻ പറയുകയാണ്, ഒന്നുകിൽ നീ വേഗം എന്നോട് യുദ്ധത്തിന് തയ്യാറാകുക, അല്ലെങ്കിൽ എന്നെ വന്ന് നമസ്കരിക്കുക.
ഇങ്ങനെ രാവണൻ്റെ വാക്കുകൾ കേട്ട് മരുത്തൻ ഇപ്രകാരം പറഞ്ഞു: എന്തു പറഞ്ഞിതു ചാപല്യവാക്കുകൾ, അന്തകൻ വീട്ടിന്നു പോകണമെന്നതോ? ആഹാ, എന്താണ് നീ പറഞ്ഞത്? നിനക്കിപ്പോൾ ഉടനെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. ചൊല്ലു നീ ആരെന്നും എന്നോട് വൈകാതെ, ചൊല്ലിനാൻ ഉത്തരമപ്പോൾ ദശാസ്യനും. നീ ആരാണ് ഇവിടെ വന്നിട്ട് എന്നെ യുദ്ധത്തിന് വിളിക്കുന്നു? ഇത് കേട്ടിട്ട് രാവണൻ പറയുകയാണ്: എന്നോടു പേടികൂടാതെ ഒരുത്തനും മന്നവരാരുമേ ചൊന്നവരില്ല കേൾ. ഇപ്രകാരം ഒരു പേടിയുമില്ലാതെ ഇന്ന് വരെ ഒരു രാജാക്കന്മാരും എന്നോട് സംസാരിച്ചിട്ടില്ല. ഞാൻ ആരാണെന്നറിയാമോ? രാക്ഷസരാജാവു വൈശ്രവണാനുജൻ, കേൾക്ക പൗലസ്ത്യതനയൻ ദശാനനൻ. രാക്ഷസരാജാവാണ്, പ്രത്യേകിച്ചും പിന്നെ വൈശ്രവണൻ്റെ അനുജനാണ്, പിന്നെ പൗലസ്ത്യതനയൻ ആ വിശ്രവസിൻ്റെ പുത്രനുമാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്ന ആ കുലമഹിമകൾ ഒക്കെ ഉണ്ടല്ലോ, അച്ഛനായാലും ജ്യേഷ്ഠനായാലും ഇത്ര നല്ല സ്വഭാവമുള്ളവരില്ല. പക്ഷേ ഇദ്ദേഹം അവരെയാണ് കുലമഹിമകൾ പറഞ്ഞിട്ട് ഈ വേണ്ടാത്ത തൊഴിലുകളൊക്കെ ചെയ്യുന്നത്. കേൾക്ക പൗലസ്ത്യതനയൻ ദശാനനൻ, വിഗ്രഹമെത്രയും ഘോരമായി ചെയ്തളവഗ്രജൻ തന്നെ ജയിച്ചേനറിക നീ. പിന്നെ ഒരു കാര്യം കൂടെ പറയുകയാണ്: ഞാൻ അതിഘോരമായ വിഗ്രഹം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്തു, എന്നിട്ട് എൻ്റെ ജ്യേഷ്ഠനെ ജയിച്ചു. ഏതാണ്ട് നല്ല കാര്യമാണെന്നാണ് പറയുന്നത്. പുഷ്പകമായ വിമാനം അവനോടു കെൽപ്പോടു യുദ്ധേ പറിച്ചുകൊണ്ടേനഹം. നോക്കൂ, ഈ വന്നിരിക്കുന്ന പുഷ്പകം ഞാൻ ഇതിലല്ലേ വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ യാത്ര ചെയ്തു വന്നിരിക്കുന്ന ഈ പുഷ്പക വിമാനം അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ആ യുദ്ധത്തിൽ ജയിച്ചത് കാരണം അവൻ്റെ കയ്യിൽ നിന്ന് ബലാത്കാരമായിട്ട് എടുത്തുകൊണ്ടും പോകുന്നു. വലിയ വലിയ കാര്യം പറയുകയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ വിചാരം. യുദ്ധമാകർണ്യ ചിരിച്ചു മരുത്തനും, എത്രയും നല്ല ധർമ്മിഷ്ഠനല്ലോ ഭവാൻ. ഇത് കേട്ടിട്ട് ഇയാളുടെ വലിയ വീരവാദം കേട്ടിട്ട് പൊട്ടിച്ചിരിച്ചു മരുത്തൻ. എന്നിട്ട് പറയുക: വലിയ ഒരു ധർമ്മിഷ്ഠൻ വന്നേക്കുന്നു. താതനു തന്നെ സമാനനാകും ജ്യേഷ്ഠഭ്രാതാവിനെ ജയിച്ചോരു നീ നിർമ്മലൻ. നീ വലിയ ശുദ്ധനും ധർമ്മിഷ്ഠനുമാണെന്നല്ലേ പറയുന്നത്. ജ്യേഷ്ഠനെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്ന ധർമ്മം. ദുഷ്ടനാം നിന്നെ വധിച്ചു രക്ഷിക്കണം ശിഷ്ടജനങ്ങളെ ഇല്ലക്കില്ലേതുമേ. നീ ദുഷ്ടനായ നിന്നെ ഇപ്പോൾ തന്നെ വധിക്കുന്നതുണ്ട്. അതുകൊണ്ട് ഈ ശിഷ്ടരായ നല്ലവരായ ജനങ്ങൾക്ക് നിൻ്റെ ഉപദ്രവം ഇല്ലാതായിത്തീരും. അതിന് യാതൊരു സംശയവുമില്ല. യുദ്ധം പറഞ്ഞു നടന്ന നരേന്ദ്രനോടുത്തമനായ സംവർത്തനം ചൊല്ലിനാൻ. ഇങ്ങനെ പറഞ്ഞ് മരുത്തന് അതിന് കഴിവുണ്ട്, രാവണനെ വധിക്കാനും കഴിവുണ്ട്. ഒന്നും നോക്കിയില്ല, അവിടെ യാഗശാലയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, തന്നെ യജമാനാണെന്നൊന്നും നോക്കിയില്ല. ഉടൻ തന്നെ യുദ്ധത്തിനായിട്ട് പുറപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഉത്തമനായ സംവർത്തൻ എന്താണ് പറഞ്ഞത്? സംവർത്തൻ: യാഗമൻപോടു ദീക്ഷിച്ചാൽ അതെന്നിയൊരാകാംക്ഷ മറ്റൊന്നിലുണ്ടാകരുതല്ലോ. ഇവിടെ നമ്മൾ ലോകോപകാരാർത്ഥം യാഗം നടത്തുകയാണ്. ആ യാഗത്തിൽ മറ്റൊന്നിനെപ്പറ്റി ചിന്തിക്കരുത്. ഇപ്പം തൽക്കാലം അങ്ങ് ക്ഷമിക്കുക. പിന്നെ മഹേശ്വര സത്രവിച്ഛേദവും വന്നിടരുതതുമോർത്തു കൊള്ളേണമേ.
മഹേശ്വരനെ പ്രീതിപ്പെടുത്താനുള്ള സത്രമാണ്. അപ്പോൾ അതിനൊരു വിഘ്നം വരുത്താൻ പാടില്ല. അത് അങ്ങ് മനസ്സിലാക്കണം. യുദ്ധേ ജയാജയവും അറിവാൻ പണി, സത്രം കഴിഞ്ഞൊഴിഞ്ഞൊന്നും അരുതല്ലോ. ഇപ്പോൾ യുദ്ധത്തിൽ അങ്ങ് ജയിക്കുമെന്നോ അല്ലെങ്കിൽ രാവണൻ ജയിക്കുമെന്നോ ഒന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മൾ തുടങ്ങി വെച്ച കാര്യം അത് പൂർണ്ണമാകട്ടെ. അത് അല്ലാതെ മറ്റൊന്നിനും ഇപ്പോൾ പോകണ്ട. യുദ്ധം ബൃഹസ്പതി സോദരനാം മുനിസത്തമനായ സംവർത്തൻ പറഞ്ഞപ്പോൾ ആചാര്യശാസനം കേട്ടു മരുത്തനുമാചരിച്ചാൻ. അതു കണ്ടു ദശാനനൻ. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ സോദരനാണ് ആര്? ഈ സംവർത്തൻ. അദ്ദേഹമാണ് അതിന് നേതൃത്വം വഹിക്കുന്നത്, യജ്ഞത്തിന്. അപ്പോൾ അദ്ദേഹം പ്രകാരം പറഞ്ഞപ്പോൾ ആ രാവണനോട് യുദ്ധം ചെയ്യാൻ പോകാൻ ഒരുങ്ങിയ മരുത്തൻ അതിൽ നിന്നും പിൻവാങ്ങി. ആചാര്യനാണല്ലോ, ആചാര്യശാസനം കേട്ട് മരുത്തൻ. അങ്ങനെ അദ്ദേഹം ആചാര്യൻ പറഞ്ഞത് കേട്ട് യാഗത്തിൽ ഇരുന്ന് വീണ്ടും. അത് കണ്ട് ദശാനനൻ രാത്രിഞ്ചരബലത്തോടും നടകൊണ്ടാനാർത്തു വിളിച്ചു വിജയഭാവത്തോടും അതിശക്തനായ മരുത്തനെ ഞാൻ തോൽപ്പിച്ചു എന്നുള്ള ആ അഹംഭാവത്തോടെ തൻ്റെ പരിവാര സമേതം വീണ്ടും യാത്ര. ഇതിന് നമുക്ക് വേണമെങ്കിൽ ഒരു ജൈത്രയാത്ര എന്ന് പറയാൻ രാവണൻ്റെ യാത്ര തുടങ്ങി. രാവണൻ പോയതറിഞ്ഞു ഭയം തീർന്നു, ദേവകളും മഖശാലയിൽ മേവിനാർ. രാവണൻ പോയെന്നറിഞ്ഞപ്പോൾ ജീവൻ തിരിച്ചു കിട്ടിയെന്നുള്ള വിശ്വാസത്തോടെ ആശ്വാസത്തോടെ ഓടിപ്പോയ ദേവന്മാരൊക്കെ പലവിധ രൂപം ധരിച്ചാണല്ലോ ഓടിപ്പോയത്. ദേവന്മാരൊക്കെ തിരിച്ച് ആ യാഗശാലയിലേക്ക് വന്നു. ഇന്ദ്രൻ വിളിച്ചു ചൊന്നാൻ മയൂരത്തോടു, സുന്ദരമാക നിങ്ങൾക്കു ശരീരവും പീലികൾ തോറും എന്നെ കണക്കെ നല്ല നീലനേത്രങ്ങളുമുണ്ടാകുകയും വേണം. ഓരോരുത്തരും ഓരോ വേഷം ധരിച്ചാൽ പോയ അവർക്കൊക്കെ അനുഗ്രഹം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മയിലിൻ്റെ വേഷം ധരിച്ചു പോയ ഇന്ദ്രൻ മയിലിന് അനുഗ്രഹം കൊടുക്കുകയാണ്. എന്തൊക്കെയാണ് അനുഗ്രഹം കൊടുക്കുന്നത്? സുന്ദരമായ ശരീരം നിങ്ങൾക്കുണ്ടാവട്ടെ. അതുപോലെ തൻ്റെ ശരീരം മുഴുവനും കണ്ണുകളാണല്ലോ, സഹസ്രനേത്രനല്ലേ, 1000 കണ്ണുകളുണ്ട്. അത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. അഹല്യയെ പ്രാപിക്കാൻ പോയപ്പോൾ കിട്ടിയ ശാപം കൊണ്ട് സംഭവിച്ചതാണ് ദേവേന്ദ്രൻ ഈ 1000 കണ്ണുകൾ. അതിനെപ്പറ്റി നമ്മൾ നേരത്തെ അധ്യാത്മരാമായണത്തിൽ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ശരീരത്തും പീലികളിൽ നിറയെ കണ്ണുകൾ ഉണ്ടാവട്ടെ, നീലനേത്രങ്ങൾ. ഭൂമിയിൽ ഞാൻ വർഷിക്കുന്ന നേരമൊരാമോദമുണ്ടായി വരിക നിങ്ങൾക്കെല്ലാം. മഴ, ഇന്ദ്രനാണ് മഴയുടെ അധിപതി. ആ മഴ വർഷിക്കുന്നതെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതുകൊണ്ടല്ലേ ഇന്ദ്രന് യാഗം ചെയ്യാൻ നന്ദഗോപർ തുനിഞ്ഞതും ആ യാഗത്തെ തടഞ്ഞതും. ശ്രീകൃഷ്ണ ഭഗവാൻ ഇന്ദ്രൻ്റെ കോപത്തിൽ 7 ദിവസം അതിഘോരമായ ആ മഴയെ ഗോവർദ്ധന പർവ്വതം ഉയർത്തി ചെറുത്ത് നിന്നതും മറ്റുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്. അപ്പോൾ ആ ഇന്ദ്രൻ മഴ പെയ്യിക്കുന്നതിന് മുമ്പുള്ള ആ കാർമേഘങ്ങൾ കാണുമ്പോൾ അവർക്ക് അത്യധികം സന്തോഷമുണ്ടാർക്ക് ഈ മയിലിന്. അതാണ് പറഞ്ഞത്, ഭൂമിയിൽ ഞാൻ വർഷിക്കുന്ന നേരം ഒരാമോദമുണ്ടായി വരിക നിങ്ങൾക്കെല്ലാം. കാക്കവൃന്ദങ്ങൾക്ക് കാലൻ വരം നൽകി. കാലൻ കാക്കയായിട്ടാണ് പോയത്. എന്താണ് അവർക്ക് കൊടുത്തത്? രോഗങ്ങൾ കൊണ്ടും
വയസ്സുപുക്കും നിങ്ങൾ ചാകായി കൊരുത്തൻ കൊല്ലാതെ ഒരിക്കലും. ഈ കാക്കയൊന്നും അത്ര പെട്ടെന്ന് മരിച്ചു പോവില്ല, ചത്തുപോവില്ല. അങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് നാൾ ജീവിച്ചിരിക്കുകയും ചെയ്യും. അതിന് എന്തെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുകയോ മറ്റോ ചെയ്തെങ്കിൽ അത് മരണപ്പെടുകയുള്ളൂ എന്നാണ് പറയുന്നത്. എന്തായാലും അങ്ങനെയാണ് യമധർമ്മരാജാവ്, അതായത് അന്തകൻ ആ ഒരു വരം കൊടുത്തത് കാക്കയ്ക്ക്. പിന്നെ എന്തോ പറഞ്ഞു? മൽപ്പുരം പൂക്കു വാഴും ജനങ്ങൾക്കെല്ലാം ക്ഷുൽപിപാസാദികൾ തീരുവാൻ മാനുഷർ ഇച്ഛയാ നൽകുന്ന പിണ്ഡം തന്നുച്ഛിഷ്ടമൊക്കവേ നിങ്ങൾ ഭുജിക്കുന്ന നേരത്ത് തൃപ്തി വരിക അവർക്കെന്നു കൃതാന്തനും സുപ്രമോദേന കൊടുത്താൻ വരങ്ങളും. മൽപ്പുരം പൊക്കു വാഴും ജനങ്ങൾക്കെല്ലാം, അതായത് എവിടെയാണ്? യമപുരിയിൽ വസിക്കുന്ന, മരിച്ചു പോയിട്ട് പിതൃക്കളായിത്തീരുന്ന അവർക്ക് മാനുഷർ എന്താ കൊടുക്കുന്നത്? ബലികർമ്മങ്ങളിടുമല്ലോ, പിണ്ഡം. അത് ഇച്ഛയാ നൽകുന്ന സന്തോഷത്തോടു കൂടി അവർ തൻ്റെ പിതൃക്കൾക്ക് നൽകുന്ന ഉച്ഛിഷ്ടം ഒക്കവേ നിങ്ങൾ ഭുജിക്കുന്ന നേരത്ത് തൃപ്തി വരിക അവർക്കെന്നു കൃതാന്തനും. നിങ്ങൾ ഭുജിച്ചാൽ ആ പിതൃക്കൾക്ക് തൃപ്തി വരും എന്നുള്ള വരവും കൂടി ആരാ കൊടുത്തത്? ഈ അന്തകൻ യമധർമ്മരാജാവ് തന്നെ ആണ് കൊടുത്തിരിക്കുന്നത്. അന്നങ്ങളോട് വരുണനും ചൊല്ലിനാൻ വർണ്ണം വെളുത്തു ജലാശയാന്തേ നിങ്ങൾ പങ്കജനാളസൂത്രങ്ങളും ഭക്ഷിച്ചു സങ്കടമിന്നീ വാണുകൊണ്ടിടുവിൻ. അന്നങ്ങളോടെന്താണ് പറയുന്നത്? വർണ്ണം വെളുത്ത് നല്ല മനോഹരമായ വെളുത്ത നിറം നിങ്ങൾക്ക് കിട്ടും. പിന്നെ പങ്കജനാളസൂത്രങ്ങളും ഭക്ഷിച്ചു. താമരവളയത്തിനുള്ളിലെ നൂലാണ് അന്നങ്ങളുടെ ഭക്ഷണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ പങ്കജനാളസൂത്രങ്ങളും ഭക്ഷിച്ചു സങ്കടമെന്നേ വാണുകൊണ്ടിടുവിൻ. ആ വെള്ളത്തിലിങ്ങനെ നന്നായിട്ട് എന്താ പറയുക, തത്തിക്കളിച്ച് ഉല്ലസിച്ച് വാഴുക. അങ്ങനെ ആ അരയന്നത്തിന് വരം കൊടുത്തു. അതിനുശേഷം കിന്നരേശൻ കൃകലാസഗണത്തിനു ഖിന്നത കൈവിട്ടു നൽകിയിടിനാൻ വരം. ഓന്തിനും വരം കൊടുത്തു. ആര്? കിന്നരേശൻ, കുബേരൻ. എന്താണ് കൊടുത്തത്? പൊന്മയമാം മകുടം മൂർധ്നി ചേർത്തുകൊണ്ട് ഉന്നതന്മാരായി വസിച്ചിടുവിൻ നിങ്ങൾ. ഓന്തിനെ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, അതിനൊരു വലിയ നല്ല കിരീടമുണ്ട്. അത് പൊന്മയം, നല്ല സ്വർണ്ണ നിറത്തിലുള്ള കിരീടമാണെന്നാണ് പറയുന്നത്. കണ്ടിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക. കിരീടാകൃതിയിൽ അതിനൊരു തലയിൽ അങ്ങനെ ഉണ്ട്. യുദ്ധം വരങ്ങളും നൽകി ഹവിർഭാഗം തൃപ്തിയാമാറു ഭുജിച്ചു സുരഗണം. തങ്ങൾക്കുള്ള ആ യജ്ഞഭാഗമൊക്കെ അവരനുഭവിച്ചു. ചെന്നു സുരലോകവും പൊക്കുമേവിനാർ. പിന്നെ മഘവര ദക്ഷിണയും ചെയ്തു മന്നവനായ മരുത്തൻ മരുവിനാൻ. പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത്, ആചാര്യ ദക്ഷിണയൊക്കെ കൊടുത്ത് ആ മഖം എന്ന് പറഞ്ഞ യജ്ഞം, ആ സത്രം വളരെ ശുഭമായിട്ട് പര്യവസാനിപ്പിച്ചു. അങ്ങനെ
ആ മരുത്തൻ്റെ യജ്ഞം സമ്പൂർണമായി. വേദവതി തൻ്റെ ശരീരം യോഗാഗ്നിയിൽ ആഹുതി ചെയ്തു എന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. അതിനെ സംബന്ധിച്ച് അതിനോടനുബന്ധിച്ചുള്ള ഒരു കഥയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാനിവിടെ പറയാം. ആ യോഗഭസ്മം, അതായത് ആഹുതി ചെയ്യപ്പെട്ട ആ ഭസ്മം ഒരു പേടകത്തിലാക്കി രാവണൻ എന്ത് ചെയ്തെന്നറിയാമോ? ലങ്കയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു. അതവിടെ എത്തിയതിന് ശേഷം അടിക്കടി രാവണന് അനർത്ഥങ്ങൾ മാത്രമാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. രാവണൻ വിചാരിച്ചു, എന്താണ് വിചാരിച്ചത്? ഈ പേടകം ഇവിടെ കൊണ്ടുവച്ചതിൽ പിന്നെയാണ് ഈ അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഈ ആപത്തുകളൊക്കെ അടിക്കടി വരുന്നത്. അതുകൊണ്ട് അത് കൊണ്ടുപോയി കടലിൽ വലിച്ചെറിഞ്ഞു കളഞ്ഞു. അത് ഇങ്ങനെ നദി വഴി മിഥില രാജ്യത്തിലെത്തി എന്ന് പറയപ്പെടുന്നു. അവിടെ ഇങ്ങനെ കരയ്ക്കടിഞ്ഞ് മണ്ണിനടിയിലായി പെട്ട് അവിടെ കിടന്നു. ജനകൻ യാഗഭൂമിക്ക് വേണ്ടി ആ സ്ഥലം ഇങ്ങനെ ഉഴുതപ്പോൾ ആ മണ്ണിൽ നിന്നും സീതാദേവിയെ കണ്ടുകിട്ടി എന്നും പറയപ്പെടുന്നു. എന്തായാലും ഇത് തമ്മിലൊരു ബന്ധമുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ കഥ ഇപ്പോൾ പറഞ്ഞത്. ഇനി നമുക്ക് പാരായണം തുടരാം. അനാരണ്യശാപം. ഓരോ നൃപതി വീരന്മാർ വിഷയങ്ങൾ തോറുമണഞ്ഞു പറഞ്ഞിതു രാവണൻ. രാവണൻ അപാര വരബലശക്തിയുണ്ട്, പിന്നെയോ അതുല്യമായ പരാക്രമ വീര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർ അടങ്ങിയിരിക്കുകയില്ല. മതോന്മത്തനായി അഹങ്കാരം നിറഞ്ഞ് ഓരോരോ രാജാക്കന്മാരുടെ അടുത്ത് ആ രാജ്യത്തിലേക്ക് പോകും. അവരോട് പറയാൻ തുടങ്ങി, എന്ത്? യുദ്ധത്തിനാശു പുറപ്പെടുവിൻ, പക്ഷേ സത്വരം വന്നു വണങ്ങുവിനല്ലാകിൽ. നോക്കൂ രാജാക്കന്മാരെ, നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കൊള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കപ്പം തന്ന് എൻ്റെ ആശ്രിതനായിട്ട് നിങ്ങൾ കഴിഞ്ഞുകൊള്ളൂ. ഇത്തരം രാവണൻ തന്നുട വാക്കു കേട്ടുത്തമന്മാരായ ഭൂപതി വീരന്മാർ ഗാധി, സുരഥൻ, പുരൂരവാവും മഹാനീതിമാനായ ദുഷന്താദികളെല്ലാം അബ്ജോദ്ഭവൻ തൻ വരപ്രഭാവം പാർത്തു നിർജിതന്മാർ ഞങ്ങളെന്നു ചൊല്ലിടിനാർ. മഹാത്മാക്കളായ ഗാധി, സുരഥൻ, പുരൂരവാവ്, പിന്നെ ദുഷന്തൻ, ഇവരൊക്കെ, മറ്റേ ദുഷ്യന്തനല്ല, ദുഷന്തൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും ഇവരൊക്കെ നിർജിതർ, അതായത് ഞങ്ങൾ കീഴടങ്ങി എന്ന് രാവണനോട് അടിയറവ് പറഞ്ഞു. എന്തോർത്തിട്ടാണ് പറഞ്ഞത്? അബ്ജോദ്ഭവൻ, താമരയിലുണ്ടായ ആ ബ്രഹ്മാവ് കൊടുത്ത വരങ്ങളെ ഓർത്തിട്ട് അവർ രാവണനോട് പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങിയവരാണെന്ന്. വന്നാനിവിടേക്കു പിന്നെ ദശാനനൻ. വന്നാൻ ഇവിടേക്ക്, ഇവിടേക്കെന്ന് പറഞ്ഞത് എവിടേക്കാ? ഇത് അഗസ്ത്യൻ രാമനോട് പറഞ്ഞു കൊടുക്കുകയാണല്ലോ അയോധ്യയിൽ വെച്ച്. അപ്പോൾ ഇവിടേക്ക്, അയോധ്യയിലേക്ക് രാവണൻ വന്നു.
അന്ന് അയോധ്യാധിപനാം ഉദ്ധതനാം ഖരവക്ത്രനുമന്നേരം യുദ്ധത്തിനായി വിളിച്ചാൻ അനാരണ്യനെ. ആ രാവണൻ അന്ന് അയോധ്യാധിപതിയായി വാണിരുന്ന അനാരണ്യനെ യുദ്ധത്തിനു വിളിച്ചു. അങ്ങനെ അനാരണ്യൻ അത്ര പെട്ടെന്ന് രാവണന് കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. അതുകൊണ്ടാണ് അവർ തമ്മിൽ യുദ്ധമുണ്ടായത്. ആ ഇക്ഷ്വാകു വംശത്തിലായിരുന്നുവല്ലോ രാമദേവനും ജനിച്ചത്. ഇക്ഷ്വാകു വംശം, സൂര്യവംശം. ആ ഇക്ഷ്വാകു വംശത്തിലെ ഏകദേശം പിന്നെ ത്രിശങ്കുവും ആ ഇക്ഷ്വാകു വംശത്തിലായിരുന്നു. അതിനൊക്കെ ഒരു 6 തലമുറയ്ക്ക് മുമ്പുണ്ടായിരുന്ന രാജാവായിരുന്നു അനാരണ്യൻ എന്ന് പറയപ്പെടുന്നു. എന്തായാലും ബദ്ധരോഷേണ പുറപ്പെട്ടു ഭൂപനും ചിത്രമാറു കലഹിച്ച നേരത്ത് നത്തഞ്ചരേന്ദ്രൻ ചതുരംഗസേനയെ മൃത്യുപുരത്തിനയച്ചാനതു നേരം. അതിഘോരമായ യുദ്ധം അനാരണ്യനും രാവണനും തമ്മിലുണ്ടായി. ആ യുദ്ധത്തിൽ അനാരണ്യൻ്റെ ചതുരംഗപ്പടയെ നിശ്ശേഷം നശിപ്പിച്ചു. സൈന്യനാശം കണ്ട നേരത്തു ഭൂപനും മാന്യനാം രാവണനോട് എതിർത്തിടിനാൻ. തൻ്റെ സൈന്യങ്ങളൊക്കെ നശിച്ചെന്നറിഞ്ഞ് അനാരണ്യ രാജാവ് സ്വയം രാവണനോട് യുദ്ധം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടു. അസ്ത്രശസ്ത്രങ്ങൾ വർഷിച്ചിരുവരും എത്രയും ഘോരമായി വന്നിതു യുദ്ധവും. അതിഭയങ്കര യുദ്ധമാണ് നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്ത്രപ്രയോഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തദ്ദശായാം ദശകണ്ഠൻ ഗത കൊണ്ടു വിദ്രുതം ചെന്നടിച്ചിടിനാൻ ഭൂപനെ. ആ സമയത്ത് തദ്ദശായാം ആ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ സർവധർമ്മങ്ങളും വെടിഞ്ഞ്, ഇങ്ങനെ അധർമ്മിയായ രാവണൻ എന്ത് ധർമ്മങ്ങളും വെടിഞ്ഞ് ആ അനാരണ്യ രാജാവിനെ ഗതയെടുത്ത് ഒരു പ്രഹരം രാവണൻ. താടനമേറ്റു തളർന്നു നരാധിപൻ പീഡയോടും ശപിച്ചാൻ ആശരേശൻ രാക്ഷസന്മാരുടെ രാജാവ് ആയ ആ രാവണനെ ശപിച്ചു അനാരണ്യൻ. എപ്പോഴാണ് ശപിച്ചത്? താടനമേറ്റു, ആ ഗത കൊണ്ടുള്ള അടിയേറ്റിട്ട് തളർന്ന് താഴെ വീണു. പീഡയോടും മരണവേദനയോട് ആ രാവണനെ ശപിച്ചു. മൃത്യു വരും എനിക്കിപ്പോൾ നിശാചര സത്തമനാം, നിനക്കില്ലിതിനാൽ ജയം. നോക്കൂ രാവണ, ഞാനിപ്പോൾ മരിക്കും, പക്ഷേ നീ ഇതുകൊണ്ട് ജയിച്ചു എന്ന് കരുതണ്ട. മിത്രവംശത്തിൽ ദശരഥ ഭൂപനു പുത്രനായി രാമനെന്നുണ്ടാമൊരു പുമാൻ. ഈ സൂര്യവംശത്തിൽ അയോധ്യയിൽ തന്നെ ദശരഥൻ എന്ന രാജാവിന് രാമനെന്ന ഒരു പുത്രനുണ്ടാകും. നിന്നുടെ വംശമശേഷമൊടുക്കിയിടും അന്നവൻ ഇന്നിതു ചെയ്ത നിമിത്തമായി. അന്ന് നിന്റെ വംശം മാത്രമല്ല, നിന്നെയും അവൻ ഒടുക്കും. ഇന്ന് നീ ചെയ്ത പാപകർമ്മം നിമിത്തമായിട്ട് എന്നു ശപിച്ചിന്ദ്രലോകവും പൊക്കിതു മന്നവനാം അനാരണ്യ മഹീപതി. ഇങ്ങനെ രാവണനെ ശപിച്ചിട്ട് എന്തോരം ശാപമാണ് ഈ രാവണന് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ശാപം കിട്ടില്ലേ? പാപങ്ങൾ ആചരിക്കുന്നവർക്ക് ശാപമല്ലാതെ വേറെ എന്താണ് കിട്ടാൻ പോകുന്നത്? അദ്ദേഹം സ്വർഗം പോയി
ഇന്ദ്രലോകം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ സ്വർഗം പോകി എന്നർത്ഥം. യുദ്ധമഗസ്ത്യോക്തി കേട്ടു രഘുത്തമൻ ചിത്തമോദേന ചോദിച്ചരുളിയിടിനാൻ. ഇങ്ങനെ ആ രാക്ഷസവംശത്തിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഗസ്ത്യനോട് രാമദേവൻ ഇപ്രകാരം ചോദിച്ചു: അക്കാലമുള്ള രാജാക്കൾക്കൊരുവർക്കും അഗ്രേ ദശഗ്രീവനോട് യുദ്ധത്തിനു നിൽക്കരുതായി വരാൻ എന്തൊരു കാരണം? പൃഥ്വീപതികൾക്കു ശക്തിയില്ലായ്കയോ. ഹേ മഹർഷി, ആ സമയത്ത്, ആ കാലത്ത് എന്താണിങ്ങനെ ഈ ദശമുഖൻ ജൈത്രയാത്ര അങ്ങനെ ആഘോഷിച്ച് നടന്നിരുന്നത്? ഈ രാവണനെ നേരെ ചെറുത്ത് തോൽപ്പിക്കാൻ തക്ക കഴിവുള്ള രാജാക്കന്മാരൊന്നും അന്നില്ലായിരുന്നുവോ? നക്തഞ്ചരേന്ദ്രനു ശക്തി പെരുക്കയോ, അതോ അവരെക്കാളിൽ ശക്തി ആയിരുന്നോ ഈ രാവണന്? കുംഭോദ്ഭവനതു കേട്ടു ചിരിച്ചുടൻ അംഭോജലോചനോടരുളി ചെയ്താൻ. കുംഭോദ്ഭവനായ അഗസ്ത്യമുനി കുടത്തിലുണ്ടായതാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിനെപ്പറ്റി അഗസ്ത്യമുനിയെപ്പറ്റി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കുംഭോദ്ഭവനായ കുടത്തിൽ ജനിച്ചവനായ അഗസ്ത്യമുനി രാവണൻ്റെ ഇപ്രകാരമുള്ള ആ സംശയം കേട്ടിട്ട് ചിരിച്ചുകൊണ്ട് അതിന് ഉത്തരം പറഞ്ഞു. ഇനി അങ്ങോട്ട് നമുക്ക് പാരായണം ചെയ്യാനുള്ളത് കാർത്തിവീര്യാർജുന ജയമാണ്, കാർത്തവീര്യ ജയം. അതിനി നമുക്ക് അടുത്ത ദിവസം പാരായണം ചെയ്ത് പഠിക്കാം. എല്ലാ സജ്ജനങ്ങളെയും ഒരിക്കൽ കൂടി നമിച്ചുകൊണ്ട് ഇന്നത്തെ ഈ 10-ാം ദിവസത്തെ പാരായണം ഇവിടെ സജ്ജന സമക്ഷം സമർപ്പിക്കുന്നു. പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് ഗുരു. ഹരേ രാമ.